Hello everyone and welcome to Weekend Reviews. ഈ ആഴ്ച DC-യുടെ പെൻഗ്വിൻ സീരീസും മാർവലിന്റെ അഗത സീരീസും ഒരേ ദിവസം അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. രണ്ട് സീരീസുകളുടെയും പൈലറ്റ് എപ്പിസോഡാണ് അവർ റിലീസ് ചെയ്ത്. അതിനുശേഷം ആഴ്ചയിൽ ഒരു എപ്പിസോഡ് വെച്ചായിരിക്കും. ഇതൊരു കമ്പാരിസൺ വീഡിയോ അല്ല, കാരണം ഈ രണ്ട് സീരീസും രണ്ട് വ്യത്യസ്ത ജോണറിൽ വരുന്ന സീരീസുകളാണ്. അഗത ഒരു ഫാന്റസി ആണെങ്കിൽ പെൻഗ്വിൻ ഒരു ക്രൈം ഡ്രാമയാണ്. ഈ രണ്ട് സീരീസുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മാർവലിലെയും DC-യിലെ രണ്ട് വില്ലൻ ക്യാരക്ടേഴ്സിനെ വെച്ചുള്ള സ്പിൻ ഓഫ് സീരീസുകളാണ് ഇവ രണ്ടും. ഈ രണ്ട് സീരീസുകളുടെയും പൈലറ്റ് എപ്പിസോഡ് കഴിയുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് എന്താണ്, ഏതാണ് കുറച്ചുകൂടെ എൻഗേജിംഗ് ആയി എനിക്ക് തോന്നിയത് എന്നൊക്കെ പറയാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. ഇതൊരു നോൺ സ്പോയിലർ വീഡിയോ ആണ്, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില സിനിമകളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു സ്പോയിലർ വാർണിംഗ് തരികയാണ്. 2022 ഇറങ്ങിയ ബാറ്റ്മാൻ സിനിമയുടെ അതേ യൂണിവേഴ്സിൽ നടക്കുന്നൊരു സീരീസാണ് ദ പെൻഗ്വിൻ. HBO മാക്സിന്റെ സീരീസാണിത്. ബാറ്റ്മാനെ വന്നത് റോബർട്ട് പാറ്റിൻസണും പെൻഗ്വിൻ അല്ലെങ്കിൽ ഓസ്വാൾഡ് കോബിൾപോർട്ട് എന്ന മാഫിയ ബോസായി വന്നത് കോളിൻ ഫെറലുമാണ്. ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും പെൻഗ്വിൻ ആയിരുന്നു. കാരണം ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഒരു കാരണവശാലും അത് കോളിൻ ഫെറലാന്ന് പറയത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇനി സീരീസിലേക്ക് വന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഓസ്കോബിന്റെ ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ അയാൾ എങ്ങനെ മാഫിയയിലെത്തി അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഫോക്കസ് ചെയ്യുന്നത്. ബാറ്റ്മാൻ സിനിമ എവിടെ അവസാനിച്ചോ അവിടുന്ന് തന്നെയാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന എപ്പിസോഡുകളിലായിരിക്കും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. സിനിമയിൽ ഗോതം സിറ്റിയിലെ മാഫിയ കിങ് പിനായ കാർമാൻ ഫാൽക്കോണിയുടെ മരണത്തിന് ശേഷം ഒരു പവർ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. സോ അയാളുടെ മക്കളായ ആൽബർട്ടോ, സോഫിയ എന്നിവർ സക്സസർ ആകാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ഈ മാഫിയ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു സിവിൽ വാറും ഉണ്ടാക്കുന്നു പവർ പിടിച്ചെടുക്കാൻ. അവിടെയാണ് പെൻഗ്വിൻ ഈ ഗെയിമിലേക്ക് എൻട്രി നടത്തുന്നത്. അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സീരീസിന്റെ പ്ലോട്ട്. ഇതുവരെ വന്നാൽ ഏറ്റവും റിയലിസ്റ്റിക് ആയ ബാറ്റ്മാൻ സിനിമ ചിലപ്പോൾ ഈ ബാറ്റ്മാൻ സിനിമയായിരിക്കും. സോ ബാറ്റ്മാനെ ഫോക്കസ് ചെയ്യാതെ ഗോതം സിറ്റിയിലെ മാഫിയ അണ്ടർവേൾഡ് ഫോക്കസ് ചെയ്ത് ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ്. അത് നന്നായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുമുണ്ട്. വിഷ്വൽസ്, സിനിമാറ്റോഗ്രാഫി, VFX ഇതൊക്കെ സിനിമയിലെ പോലെ തന്നെയാണെങ്കിലും ചെറിയൊരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. സിനിമയുടെ അത്ര ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ പ്ലോട്ടിലേക്ക് ശരിക്കും കടക്കുമ്പോൾ പിന്നീട് ഇതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. സിനിമ PG-13 റേറ്റിംഗ് ആയിരുന്നു, പക്ഷേ സീരീസ് അങ്ങനെയല്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ക്രൈം സീരീസിന് വേണ്ട ഒരു ലെവൽ ഓഫ് വയലൻസ് ഇവിടെ ഉണ്ട്. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. സോഫിയ ഫാൽക്കോണിയായി വരുന്ന ക്രിസ്ത്യൻ മിലോട്ടി കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഒരു സൈക്കോ ടെറർ വില്ലനായി ഒരു സ്റ്റാർട്ടിംഗ് ഇട്ടിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡിൽ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാറ്റ്മാനും സീസൺ ഫിനാലെ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ എപ്പിസോഡിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി കൺഫേംഡ് ആണ് ഇതിനകത്ത് ബാറ്റ്മാൻ വരുമെന്ന്. 2022 ബാറ്റ്മാൻ സിനിമയും ആ യൂണിവേഴ്സ് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ക്രൈം മാഫിയ സീരീസൊക്കെ നിങ്ങൾക്ക് പൊതുവേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങാം. ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പോലെ ഈ സീരീസ് HBO-ന്റെ ആണല്ലോ. സോ ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി എന്തായാലും വരും എപ്പിസോഡുകളിൽ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2021 ഇറങ്ങിയ വാണ്ടാവിഷൻ സീരീസിന്റെ ഒരു ഡയറക്റ്റ് സീക്വലാണ് അഗത ഓൾ അലോങ് അല്ലെങ്കിൽ അഗത ഹൗസ് ഓഫ് ഹാർക്കനസ്. അങ്ങനെ പല പേരുകളുണ്ടായിരുന്നു. എൻഡ് ഗെയിമിന് ശേഷം ഈ ഡിസ്നി പ്ലസിന്റെ ആദ്യത്തെ ഒരു മാർവൽ സീരീസും ഈ വാണ്ടാവിഷൻ ആയിരുന്നു. MCU മാജിക് എലമെന്റ്സിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു തുടങ്ങിയതും ഈ ഒരു പോയിന്റിലായിരുന്നു എന്ന് വേണം പറയാം. സോ ആ വാണ്ടാവിഷൻ സീരീസിലെ മെയിൻ വില്ലനായിട്ട് വന്ന അഗത എന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്താണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. ഈ വാണ്ടാവിഷനിൽ അവസാനം അഗതയെ ഈ സ്കാർലറ്റ് വിച്ച് ഈ വെസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ ടൗണിലെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു റിയാലിറ്റിയിൽ തന്നെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിലെ ആ ഒരു മിസ്റ്ററി എലമെന്റ് നല്ലതായിട്ട് തോന്നി. അഗത ഒരു മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവായിട്ടാണ് പ്ലോട്ട് തുടങ്ങിയെങ്കിലും പിന്നീട് അതൊരു മിസ്റ്ററി ഫാന്റസി ട്രാക്കിലേക്ക് പോകുന്ന ഒരു ബിൽഡപ്പ് ഒക്കെ നൈസായിരുന്നു. ആ സ്കാർലറ്റിന്റെ സ്പെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ ശ്രമിക്കുന്ന കാത്ലിൻ ഹാന്റെ പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. ഈ രണ്ട് ടൈപ്പ് പേഴ്സണാലിറ്റി പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയത് ആ ഒരു എപ്പിസോഡ് കംപ്ലീറ്റായി പുള്ളിക്കാരി സ്വയം മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് ഇങ്ങനെ റിവീൽ ചെയ്ത് വരുന്നതായിട്ട് ആ ഒരു ബിൽഡപ്പ് കൊടുക്കണമായിരുന്നു. കാത്ലിൻ ഹാനോടൊപ്പം മറ്റൊരു പ്രധാന വേഷത്തിൽ വരുന്നത് ഓബ്രെ പ്ലാസയാണ്. ഇവിടെ പുള്ളിക്കാരി വരുന്ന സീൻസും അവരുടെ ആക്ഷൻ സീൻസൊക്കെ നല്ല പ്ലേസ്മെന്റ് ആയിരുന്നു. സോ അവരും കാത്ലിൻ ഹാനും തമ്മിലുള്ള സീൻസും ആ ഒരു കെമിസ്ട്രിയൊക്കെ നല്ലതായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ വിചാരിച്ചതിനേക്കാൾ ബെറ്റർ ആയിരുന്നു. വന്ന് ഏത് സീരീസും ഷീ ഹൾക്കിനേക്കാൾ ബെറ്റർ ആണെങ്കിൽ ഞാൻ ഒരു ചാൻസ് കൊടുക്കും. ഷീ ഹൾക്ക് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ തല പെരുക്കുന്നുണ്ട്. സെക്കൻഡ് എപ്പിസോഡിലാണ് കംപ്ലീറ്റായി ഈ ഫാന്റസി പ്ലോട്ടിലേക്ക് സീരീസ് കടക്കുന്നത്. പക്ഷേ ഈ സെക്കൻഡ് എപ്പിസോഡിലെ ക്ലൈമാക്സിൽ ഒരു പോയിന്റിൽ എത്താൻ വേണ്ടിയാണ് പ്ലോട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന പോലെ തോന്നിയത്. ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സിനെയും സീരീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡ് എപ്പിസോഡിലാണ്. പക്ഷേ അവരുടെ കൂടെയുള്ള സീൻസ് എല്ലാം അല്പം ഡ്രാഗ് ചെയ്ത് പോകുന്ന പോലെ തോന്നി. ഈ എപ്പിസോഡിന്റെ അവസാനം എല്ലാവരും ഒന്നിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. അവിടെ കൊണ്ടുവരുന്ന ഹൊറർ എലിമെന്റ്സ് നല്ലതായിരുന്നു. പക്ഷേ ഓവറോൾ ഒരു ഡൾ വൈബ് എനിക്ക് ഫീൽ ചെയ്തൊരു സീരീസ് ആയിരുന്നു.
അത്ര എക്സൈറ്റിംഗ് ആയിട്ട് പിടിച്ചിരുത്തുന്ന 2 എപ്പിസോഡ് അല്ലായിരുന്നു. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു റീസൺ വാണ്ടയോ അല്ലെങ്കിൽ വിഷനോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട മാർവൽ ക്യാരക്ടേഴ്സിനൊന്നും ടീസ് ചെയ്യാത്തതുകൊണ്ടാവാം. അതൊന്നുമില്ലാതെ ഈ സീരീസ് എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സെക്കൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പം ഇനി അങ്ങോട്ട് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പോയി എന്ന് വേണേൽ പറയാം. ഇപ്പോൾ മാർവൽ എന്താ പറയുക, ഡൂംസ്ഡേയിലേക്കും അല്ലെങ്കിൽ അവഞ്ചേഴ്സ് സീക്രട്ട് വാറിലേക്കും ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമകളിലൂടെ. അവിടെ ഈ സീരീസിന് റെലവൻസ് ഉണ്ടോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് അഗത പെൻഗ്വിൻ സീരീസുകളെ കുറിച്ചുള്ള എൻ്റെ തോട്ട്സ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.